ഷൈൻ ടോം ചാക്കോയുടെ തന്നെ പുള്ളിയുടെ ഡ്രൈവർ പറയുന്നുണ്ടല്ലോ, ഒരു ലോറി ട്രാക്ക് തെറ്റിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്ലാനിങ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇവരെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലുകളുടെ ഏജന്റുകളാണ് ആ സെക്കൻഡിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആ ഒരു പല ഹൈവേയിൽ ആക്സിഡൻസ് പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പം എൻ്റെ വളരെ അടുത്തൊരു കൊളീഗ് ഇതുപോലെ ബാംഗ്ലൂരിൽ വീടിൻ്റെ ആവശ്യമുള്ള മാർബിൾ എടുക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഇവരുടെ ഇന്നോവ കംപ്ലീറ്റ് ആയിട്ട് ഇടിയിലങ്ങ് തകരുകയാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംവാദങ്ങളൊക്കെ വെച്ച് ഇവർക്ക് മാത്രം ബോധമുണ്ട്, ബാക്കിയുള്ള ഹസ്ബൻഡിനില്ല, മകനില്ല. ഇവരെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലുകളുടെ ഏജന്റുകളാണ് ആ സെക്കൻഡിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവർ 4 പേരെയും 4 ഹോസ്പിറ്റലിൽ അങ്ങ് കൊണ്ടുപോയി. ഇങ്ങനൊരു ആക്സിഡന്റ് നടക്കുമ്പോൾ നാച്ചുറലി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അപ്പോൾ ഇവർക്ക് ഈ ആക്സിഡന്റ് തന്നെ ക്രിയേറ്റഡ് അതുപോലും അവര് സംശയം പറയുന്നുണ്ട്. അപ്പൊ ഈ അതിന്റെ അവിടെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ക്രൗഡും ഉണ്ട്. അതാണ് അതിനകത്തുള്ള ഹൈലൈറ്റ്. കാരണം ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിന്റെ ഏജന്റുകളാണോന്ന്, ഇതെല്ലാം അവരുടെ സംശയങ്ങൾ അവർ പറയുകയാണ്. അവസാനം ഇവര് നാട്ടിൽ ഇവിടോട്ടുള്ള ഹോൾഡുള്ള ആരോ വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും കൂടെ ഒരു ആംബുലൻസിൽ 1-2 ആംബുലൻസിലാക്കി നേരെ ഇവിടെ എറണാകുളത്തൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഷൈൻ ടോം ചാക്കോയുടെ തന്നെ പുള്ളിയുടെ ഡ്രൈവർ പറയുന്നുണ്ടല്ലോ, ഒരു ലോറി ട്രാക്ക് തെറ്റിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരൊറ്റ സെക്കൻഡിലാണ് ജീവിതം. അപ്പൊ ഈ യാത്രയിൽ ഈ അൺസർട്ടനിറ്റികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാവണം ഏത് യാത്രകളും.